നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുഖം നോക്കാതെയാണ് ഓപ്പറേഷൻ തൂഫാനിൽ അറസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു രമേശ് ചെന്നിത്തല. നമുക്കറിയാം, UDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ കൈയടി നേടിയ ഒരു വിഷയം എന്ന് പറയുന്നത് ഓപ്പറേഷൻ തൂഫാനും അതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള അറസ്റ്റുകളുമാണ്. നമ്മൾ കേട്ടാൽ വിശ്വസിക്കുന്നതിനപ്പുറത്തേക്കായിരുന്നു കാര്യങ്ങൾ. അധ്യാപകർ എന്ന് പറയുമ്പോൾ 3-ലധികം ലേഡി അധ്യാപികമാർ പോലും ലഹരി മാഫിയ സംഘങ്ങളിൽ ഉണ്ട് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളടക്കം പുറത്തു വന്നത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായിട്ടാണ്. അത്തരത്തിൽ നിരന്തരമായിട്ട് പല ഭാഗങ്ങളിൽ നടത്തിയ അന്വേഷണത്തൊടുവിൽ കഴിഞ്ഞ ദിവസം ഒരു ട്വിസ്റ്റ് സംഭവിച്ചു. അതായത്, ആരാണോ ഈ ലഹരി മാഫിയ സംഘങ്ങളെ വളർത്താൻ പാടില്ല എന്ന് പറയുന്ന സംഘം, ആ കൂട്ടത്തിലുള്ള ആളുകൾ, അതായത് UDF-ലെ ചില പ്രവർത്തകരും സമാന രീതിയിൽ ലഹരി മാഫിയയുമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ് എന്നുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനാണ് ഈ പറയുന്ന അറസ്റ്റിലായിട്ടുള്ള പ്രതി എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇത് ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് മാറി രാഷ്ട്രീയ പോരിലേക്കടക്കം എത്തിയിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ പലതരത്തിൽ രാഷ്ട്രീയ പ്രതിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആവശ്യമുണ്ട്. ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് രാഷ്ട്രീയമായി വരുത്തി തീർക്കരുത്. കാരണം മുഖം നോക്കാതെയുള്ള മറുപടി, അത് മുഖ്യമന്ത്രിയുടെ അടുപ്പക്കാരനായിക്കോട്ടെ, തൻ്റെ അടുപ്പക്കാരനായിക്കോട്ടെ, ആരാണെങ്കിലും തെറ്റ് ചെയ്തെന്ന് കണ്ടെത്തിയാൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും നടപടി ഉണ്ടാകുമെന്നും അതിനെ രാഷ്ട്രീയവൽക്കരിച്ച് ആ പദ്ധതിയെ ഇല്ലാതാക്കാൻ ആരും ശ്രമിക്കരുത് എന്നും ഉറച്ച തീരുമാനത്തിൽ നിൽക്കുകയാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അതേസമയത്ത് ഈ സംഭവത്തിൽ ഇപ്പോൾ തനിക്ക് അറിയാവുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി VD സതീശനും രംഗത്തെത്തിയിട്ടുണ്ട്. അതായത്, ആ പറയുന്ന അറസ്റ്റിലായിട്ടുള്ള വ്യക്തിയെ തനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം, താൻ അയാളുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്, അയാളുടെ വീട്ടിൽ പോയി അയാളെ കണ്ടിട്ടുണ്ട്. പക്ഷേ അയാൾ ലഹരി മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതുമായി ബന്ധപ്പെട്ട് തനിക്ക് ഒരു അറിവുമില്ല എന്നും ഞങ്ങൾ മുഖം നോക്കാതെ തന്നെയാണ് ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നത് എന്നുമാണ് മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയത്ത് പ്രതിപക്ഷം വലിയ രീതിയിലാണ് ഇതൊരു ആയുധമാക്കിയിട്ടപ്പോൾ UDF-നെതിരെ പ്രയോഗിക്കുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ വളരെ ശക്തമായിട്ടുള്ള ചില കുറിപ്പുകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി മുഖ്യമന്ത്രിയുടെ അടുപ്പമുള്ളയാൾ പിടിക്കപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ ലഹരിയുടെ പക്ഷത്തേക്ക് മാറിപ്പോയോ എന്നുള്ള പരിഹാസത്തോടെയായിരുന്നു ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ അടക്കം പരിഹസിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പ് പങ്കുവച്ചത്. പുറത്ത് ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ആഘോഷമാക്കി നടക്കുമ്പോൾ അകത്ത് ലഹരിക്കടത്തുകാർക്ക് അകമഴിഞ്ഞ പിന്തുണ കൊടുത്തതാണ് എന്നാണ് പിണറായിയുടെ പരിഹാസം. ആഭ്യന്തരമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ കുറ്റവാളികൾക്ക് ഈ നിലയിൽ സംരക്ഷണം ലഭിക്കുന്നത് എന്നുള്ള വിശദീകരണം ആഭ്യന്തര വകുപ്പ് തന്നെ നൽകണമെന്നും പിണറായി ആവശ്യപ്പെട്ടു. അടിയന്തരാവസ്ഥ കാലം പോലെ അധികാരത്തിന്റെ മർക്കട മുഷ്ടി ഉപയോഗിച്ച് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താനും മുഖ്യമന്ത്രിയും UDF-ഉം ശ്രമിക്കുന്നുണ്ടെന്നും പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടി. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് പറയുന്ന ആളെയാണ് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്തത്. ഇയാളെ നിയമത്തിന് മുൻപിൽ വന്നു എന്ന വാർത്തയിലെ തന്റെ പ്രതികരണം പോലും ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ സർക്കാർ ഇടപെട്ടു എന്നാണ് പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത്. ഓപ്പറേഷൻ തൂഫാനിലൂടെ ആഭ്യന്തരമന്ത്രിക്ക് കിട്ടിയ അഭിനന്ദനങ്ങളും നല്ല വാക്കുകളും ഒരു മയക്കുമരുന്ന് കടത്തുകാരന്റെ ദാസ്യപ്പണിയിലൂടെ കളഞ്ഞു കുളിക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നൽകുന്ന മുന്നറിയിപ്പ്. എന്തായാലും പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന് സ്വയം അവകാശപ്പെടുന്ന വ്യക്തിയെ ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നിയമത്തിന്റെ മുൻപിൽ കൊണ്ടുവന്നത് സംബന്ധിച്ചിട്ടുള്ള പോസ്റ്റുകൾ നീക്കം ചെയ്യിപ്പിച്ച സോഷ്യൽ മീഡിയ സെൻസറിങ്ങിനെതിരെ ഇന്ന് ഞാൻ പത്രസമ്മേളനത്തിൽ പ്രതികരിച്ചു. എന്നാൽ ആ വാർത്ത പോലും ജനങ്ങളിൽ നിന്ന് മറച്ചുവെക്കാൻ സർക്കാർ ഇടപെട്ടിരിക്കുന്നു. എൻ്റെ അത് സംബന്ധിച്ചിട്ടുള്ള പ്രസ്താവനയ്ക്കും അപ്രഖ്യാപിത സോഷ്യൽ മീഡിയ സെൻസർഷിപ്പ് ഏർപ്പെടുത്തി നീക്കം ചെയ്ത് സംസ്ഥാന സർക്കാരിൻ്റെ നടപടി അതിനെതിരെയാണ് സംസാരിക്കുന്നത്. സർക്കാർ വിശേഷിച്ചും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല നടത്തുന്ന തൂഫാൻ റെയ്ഡുകളെ പ്രതിപക്ഷം എതിർത്തിട്ടില്ല. വലിയ സാമൂഹിക വിപത്തായിട്ടുള്ള ലഹരിക്കെതിരെ ആര് നടപടി സ്വീകരിച്ചാലും സ്വാഗതാർഹം തന്നെയാണ്.
നടക്കുകയാണ്. അത്തരം വാർത്തകൾ പൊതുസമൂഹത്തിൽ ലഹരിക്കെതിരായ അവബോധമാണ് വളർത്തുന്നത്. അതോടൊപ്പം തന്നെ കുറ്റവാളികളായ ലഹരിക്കടത്തുകാർക്കും ഏജന്റുമാർക്കും ഒരു താക്കീത് കൂടിയായും ഇതെല്ലാം എന്ന നിലയിൽ മാധ്യമങ്ങളും നല്ല പ്രചാരണം നൽകുക സ്വാഭാവികമാണ്. പക്ഷേ മുഖ്യമന്ത്രിയോട് അടുപ്പമുള്ളയാൾ പിടിക്കപ്പെട്ടപ്പോൾ സംസ്ഥാന സർക്കാർ ലഹരിയുടെ പക്ഷത്തേക്ക് മാറിപ്പോയോ എന്ന സംശയമാണ് ഉടലെടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകൾ ഇന്ത്യയിലുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത വിധത്തിൽ നിയന്ത്രിക്കപ്പെടുകയാണ്. പുറത്ത് ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ആഘോഷമാക്കി നടക്കുമ്പോൾ അകത്ത് ലഹരി കടത്തുകാർക്ക് അകമഴിഞ്ഞ് പിന്തുണ കൊടുക്കുന്നത് എന്തൊരു പ്രഹസനമെന്ന് പിണറായി ചോദിക്കുന്നു. ആഭ്യന്തരമന്ത്രി അറിഞ്ഞുകൊണ്ടാണോ കുറ്റവാളികൾക്ക് ഈ നിലയിൽ സംരക്ഷണം നൽകുന്നത് എന്നാണ് പിണറായിയുടെ അടുത്ത ചോദ്യം. ആഭ്യന്തര വകുപ്പ് ഇതിനൊക്കെ വിശദീകരണം നൽകണം. അടിയന്തരാവസ്ഥ കാലം പോലെ അധികാരത്തിന്റെ മർക്കടമുഷ്ടി ഉപയോഗിച്ച് മാധ്യമങ്ങളെയും പ്രതിപക്ഷത്തെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെയും അടിച്ചമർത്താനാണ് മുഖ്യമന്ത്രിയും UDF-ഉം ശ്രമിക്കുന്നതെന്നും പിണറായി വിജയൻ പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും ക്രമസമാധാനവും ഉൾപ്പെടെയുള്ള അത്യധികം ഗൗരവമുള്ള വിഷയങ്ങളിൽ സ്വീകരിക്കുന്ന കരുതൽ മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മയക്കുമരുന്ന് കടത്തിൽ പിടിയിലാകപ്പെടുമ്പോൾ കൈക്കൊള്ളുന്നത് രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയിലോടുള്ള നിന്ദികേടും വെല്ലുവിളിയും തന്നെയാണ്. പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന പോലും ജനങ്ങളിലേക്ക് എത്താതെ കുറ്റവാളികളോട് സർക്കാർ കരുതൽ കാണിക്കുകയാണോ? ഇനി പറയാനുള്ളത് ആഭ്യന്തരമന്ത്രിയോടാണ്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി MDMA കടത്തിന് രാഷ്ട്രീയ ഭേദമില്ലാതെ കോൺഗ്രസ് നേതാവിനെ വരെ പിടികൂടിയത് വഴി ലഹരി വിപത്തിനെതിരെ ശക്തമായ പ്രതിരോധമായി മാറിക്കഴിഞ്ഞു ഓപ്പറേഷൻ തൂഫാൻ. രാഷ്ട്രീയ താല്പര്യങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും കീഴടങ്ങി പ്രഹസനമാവുന്നു എന്ന സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. അങ്ങേക്ക് കിട്ടിയ അഭിനന്ദനങ്ങളും നല്ല വാക്കുകളും ഒരു മയക്കുമരുന്ന് കടത്തുകാരന്റെ ദാസ്യപ്പണിയിലൂടെ കളഞ്ഞു കുളിക്കരുത്. നീതിബോധവും ആത്മാർത്ഥതയും ആർജവുമുള്ള ഭരണാധികാരികൾക്ക് ഉയർന്നു വരുന്നത് ഇത്തരം സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ്. ഈ സമ്മർദ്ദങ്ങളിൽ ഒരിക്കലും കീഴ്പ്പെടരുത്. ഇപ്പോൾ മയക്കുമരുന്ന് കടത്തുകാർക്ക് സംരക്ഷണവും കരുതലും സർക്കാർ തലത്തിൽ തന്നെ നടക്കുകയാണല്ലോ എന്നുള്ള ചോദ്യമുണ്ട്. ഈ അനീതിക്കെതിരെ ആഭ്യന്തരമന്ത്രി തന്നെയായിരിക്കണം പ്രതികരിക്കേണ്ടതെന്ന് പിണറായി വിജയൻ പറയുന്നു.